നമസ്കാരം. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നതുമായിട്ട് ആദ്യം തന്നെ പറയാൻ കേട്ടോ, എത്ര പേർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുമെന്നോ എത്ര പേർക്ക് ഞാൻ പറയുന്നത് ശരിയായിട്ട് തോന്നുമെന്നോ എനിക്കറിയില്ല. എങ്കിലും ഇപ്പോഴത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പം ഇത് പറയാതിരിക്കാനും തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. ഇത് എത്ര നേരം നീണ്ടു പോകുമെന്നുള്ളതും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കുറച്ച് ദിവസമായിട്ട് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്, ഒരു അമ്മയും രണ്ട് മക്കളും ചേർന്നിട്ട് ട്രെയിനിന് മുന്നിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാവരും കണ്ടു കാണൂല്ലേ. അപ്പം കോട്ടയത്തായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. അപ്പം പല രീതിയിലുള്ള ന്യൂസുകളും ഇപ്പോൾ പോകുന്നുണ്ട്. അതായത് ഭർത്താവിൻ്റെ പീഡനങ്ങളും പിന്നെ ഒരു അച്ഛൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. അവരുമൊക്കെ കാരണമാണ് ഈ ഒരു പ്രശ്നങ്ങൾ താങ്ങാൻ വയ്യാതെയാണ് ഈ അമ്മയും രണ്ട് കുട്ടികളുമായിട്ട് പോയി ഇങ്ങനെ ട്രെയിനിന് മുന്നിൽ ചാടിയതെന്നൊക്കെ പല കാര്യങ്ങളും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലും ഓക്കെ, ഈ പറയുന്നതൊക്കെ ശരിയായിരിക്കും. ഭർത്താവിൻ്റെ പീഡനങ്ങൾ ഉറപ്പായിട്ടും ഉണ്ട്. അതൊരു രീതിയിലും ആൾക്കത് താങ്ങാൻ പറ്റിയിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എങ്കിലും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു, ഈ ഭർത്താവിൻ്റെ പീഡനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ പോലും നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യേണ്ട കാര്യം അവർക്ക് ഉണ്ടായിരുന്നോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. കാരണം കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, ഈ വാർത്ത കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഞാനും എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. കാരണം എനിക്ക് തോന്നിയ പല കാര്യങ്ങളുമാണ് കേട്ടോ ഞാൻ പറയുന്നത്. കാരണം നമ്മൾ പലരും, അതായത് ഈ കല്യാണം കഴിഞ്ഞ മിക്ക പെൺകുട്ടികൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ പലവട്ടം നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നമ്മൾ തികച്ചും ഒരു അതിഥികൾ മാത്രമായിരിക്കും. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയണേ, ചില അച്ഛനമ്മമാരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണേ. എല്ലാവരും അങ്ങനെയാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അപ്പോൾ നമ്മൾ ഒരു അതിഥികൾ പോലെ ആയിരിക്കും അവർക്ക്. അതായത് വല്ലപ്പോഴും ഒരു വിരുന്നുകാരെ പോലെ കയറി ചെല്ലുക, അതേപോലെ തിരിച്ച് വീട്ടിലേക്ക് പോവുക, അതിൽ കൂടുതലൊന്നും വേണ്ട. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വിളിച്ച് പറയുകയാണെങ്കിൽ തന്നെ, ഞങ്ങളുടെ അസ്വസ്ഥത കളയാനാണോ നീ ഇത് ഇവിടെ വിളിച്ച് പറയണേ, നിന്നെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞു, ഇനി നിൻ്റെ കാര്യങ്ങളായി നീ നോക്കുക എന്നുള്ള രീതിയിലുള്ളൊരു സംസാരം വരിക. ഇടയ്ക്കൊക്കെ നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്, നിങ്ങളെ വന്ന് ഞങ്ങൾ ശല്യം ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങോട്ട് വരുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും വരിക. ഈവനിപ്പോൾ ഒരു ബർത്ത്ഡേ ആണെങ്കിൽ പോലും നമ്മളെ ജനിപ്പിച്ച ആൾക്കാരാണ് നമ്മുടെ അച്ഛനും അമ്മയും. നമ്മളൊരു കല്യാണമൊക്കെ കഴിഞ്ഞൊന്ന് മാറി നിൽക്കുമ്പം അവരുടെ ഒരു കോള് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആണല്ലോ. അപ്പോൾ വിളിക്കാതിരിക്കുക, പിന്നെ എന്താണ് വിളിക്കാനെന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് ചോദിക്കുമ്പം നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചാൽ ഞങ്ങൾ വരുമായിരുന്നു എന്നുള്ള ഭയങ്കര ഫോർമൽ ആയിട്ടുള്ള ഒരു രീതിയിലൊക്കെ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു പെൺകുട്ടി എന്ന നിലയിൽ പെട്ടെന്ന് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെ ഒരു ഏജ് വരെ അവരാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത്. പെട്ടെന്ന് നമ്മൾ ഒരു വീട്ടിൽ കെട്ടിച്ചുവിട്ട് കഴിഞ്ഞാൽ ബാധ്യതകൾ തീർന്നു, പ്രശ്നങ്ങൾ തീർന്നു, ഒന്നും ഞങ്ങൾ അറിയണ്ട എന്നുള്ള വീട്ടിൽ നിൽക്കുന്ന കുറേ പേരൻസ് ഉണ്ട് കേട്ടോ. അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഷൈനി എന്ന് പറയുന്ന ആളുടെ കാര്യമാണെങ്കിൽ പോലും എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു റെയിൽവേ ട്രാക്കിൽ പോയി സ്വന്തം കുട്ടികളെയും കൊണ്ടുപോയി നിന്ന് മരിക്കാനുള്ള ആ ഒരു ധൈര്യം, അത്രയും എന്താ പറയുക, അത്രയും മോശപ്പെട്ടൊരു രീതിയിലുള്ളൊരു മരണം നിൽക്കാൻ കിട്ടിയ ഒരു ധൈര്യം ചിലപ്പം ആരുമില്ല, സ്വന്തമായിട്ടോ ഒന്നിനും സപ്പോർട്ടിന് ഒരാളില്ല എന്നുള്ളൊരു തോന്നൽ കാരണമല്ലേ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഏതൊരു പെൺകുട്ടിയായാലും ഏതൊരു മക്കളാണെങ്കിലും, ഇപ്പം ഈവൻ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നാറില്ലേ, ഏറ്റവും കൂടുതൽ നമുക്ക് നല്ലതിന് വേണ്ടി ചിന്തിക്കുന്നതും നമുക്ക് നല്ലത് പറഞ്ഞു തരുന്നതും നമ്മുടെ സ്വന്തം വീട്ടുകാരാണ്. അപ്പം ആ ഒരു വീട്ടിലാണ് നമുക്കൊരു അഭയം കിട്ടുക എന്നുള്ളൊരു തോന്നൽ നമുക്കൊരു ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ ഒരു കാര്യങ്ങൾ ചെയ്യണേ അല്ലേ. ഇപ്പോൾ കുറച്ച് നാൾ ആളുടെ വീട്ടിൽ വന്ന് നിന്നപ്പോൾ പോലും എനിക്ക് തോന്നുന്നു നല്ല വാക്കുകളും കാര്യങ്ങളും ഒക്കെ ആർന്ന് കാണും വീട്ടിൽ. ഇത് ഞാൻ പറയാനും ഒരു റീസൺ ഉണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കാം, ഇനിയൊരു ഹോപ്പില്ല എന്ന് കരുതിയിട്ട് സഹി കെട്ടിട്ടായിരിക്കാം ആളിങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തത്. കാരണം ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ വോയിസിൽ പോലും ആൾ ജോലിക്ക് വേണ്ടിയിട്ടാണ് ആ ചേച്ചി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമം തോന്നി കേട്ടോ. കാരണം ആ ചേച്ചി ജോലി തിരക്കാണ്, അത്രയും നിസ്സഹായമായിട്ടുള്ളൊരവസ്ഥയിൽ പോലും എവിടെയെങ്കിലും ജോലി കിട്ടുമോ എന്നുള്ളത് തിരക്കിയിട്ട് പോലും അതിൻ്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കുന്നേ ഉള്ളൂ. കാരണം ആൾക്കൊരു ഹോപ്പുണ്ട് മനസ്സിൽ, ഒരു ജോലി കിട്ടിയിട്ട് സ്വന്തമായിട്ട് ആ പിള്ളേരെയും നോക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഈ ലൈഫ് ജനിച്ചു പോയില്ലേ, ഈ ലൈഫ് ഒന്ന് സർവൈവ് ചെയ്ത് പോകണം എന്നുള്ളൊരു ഹോപ്പ് ആളുടെ മനസ്സിലുണ്ട്. അതിനാണ് ആൾ ജോലി അന്വേഷിക്കുന്നത്. മരിക്കാനായിട്ടാണെങ്കിൽ ആൾ ഒരിക്കലും ജോലി അന്വേഷിക്കില്ലല്ലോ. എന്നിട്ട് അതുപോലും കിട്ടിയില്ല. സ്വന്തം വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഇല്ലാത്തതിൻ്റെ പേരിൽ ഗതി കെട്ടിട്ടായിരിക്കാം ആൾ പോയി മരിച്ചത്.
അല്ലേ? അപ്പം എനിക്ക് മിക്കവരോടും ഞാൻ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ മിക്കവരും അച്ഛൻ്റെ അമ്മ ഈ ഒരു റീസൺ അല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഈ ഒരു കേസ് വെച്ചിട്ടല്ല, അല്ലാതെ തന്നെയാണെങ്കിലും അച്ഛനും അമ്മയുടെ ഒരു സ്നേഹത്തെക്കുറിച്ചും മക്കൾ ഇപ്പോൾ കൊല്ലുന്നതിനെക്കുറിച്ചും ഒക്കെ ഞാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഓക്കെ, നല്ല അച്ഛനമ്മമാരുണ്ടായിട്ട് പോലും മക്കൾ ചെയ്യുന്നതാണ്, അത് അവരുടെ കയ്യിലിരിപ്പാണ്. അങ്ങനെ അല്ലാതെ നമ്മളിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് വരണം. കാരണം പല അച്ഛനമ്മമാരും ഇപ്പോഴും ഈ ലോകത്തുണ്ട്. കാരണം എന്തോ ഒരു കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ മക്കളോടുള്ള ബാധ്യതകൾ തീർന്നു, ഇനി അവരുമായിട്ട് ഒരു ഇതും ഇല്ല, ഇനി കെട്ടിപ്പോയ വീട്ടിലുള്ളവർ നോക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു ഫോൺ കോൾ പോലും വിളിക്കാതെ ചത്തോ ജീവിച്ചോ എന്ന് പോലും അറിയാതിരിക്കുന്ന കുറേ ഫാമിലീസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള അച്ഛനമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഒരു പെൺകുട്ടി എന്ന നിലയിൽ അവർക്ക് ഒരു കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴല്ല നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടത്. ഒരു കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിലാണ് ആളുടെ ലൈഫിൽ എല്ലാം പുതിയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പുതിയ ഒരാളുമായിട്ടുള്ള ഒരു ജീവിതം, പുതിയ ഫാമിലിയാണ് ആൾക്ക് കിട്ടുന്നത്. ഒരു കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടിക്ക് പുതിയൊരു ഫാമിലി കിട്ടുന്നു. അതേപോലെ കുറേ ബാധ്യതകൾ മീൻസ് പെട്ടെന്ന് കുക്കിംഗ് ചെയ്യുക. ഈവൻ കുക്കിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ പോലും പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് പോയൊരു പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിലല്ലാതെ മറ്റൊരു വീട്ടിൽ പോയി കുക്കിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോലും അതും ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അതേപോലെ തന്നെ കറണ്ട് ബില്ല്, വീട്ടിലോരോ എന്താണ് ഒരു ഫാമിലി ലൈഫ് മൊത്തത്തിലെടുത്ത് തലയിൽ വെക്കുന്ന ഒരു പെൺകുട്ടിക്ക് അത് പിച്ച വെച്ച് കയറി വരാൻ കുറച്ചൊരു ടൈം എടുക്കും. അപ്പം നിങ്ങൾ ഫിനാൻഷ്യലി സപ്പോർട്ട് അല്ല വേണ്ടത്. ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് ചെയ്തെങ്കിലും അറ്റ്ലീസ്റ്റ് മെൻ്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടെങ്കിലും ഒരു അച്ഛനമ്മ എന്നുള്ള നിലയിൽ നിങ്ങൾ കൂടെ നിൽക്കുക. അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു ഹോപ്പ് ഉണ്ടാക്കി കൊടുക്കുക. നാളെ ആ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഈ അച്ഛനും അമ്മയും നിനക്ക് വേണ്ടി ഇവിടെ കാത്തിരിപ്പുണ്ട്, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് വരാം, അല്ലെങ്കിൽ ഞങ്ങളോട് ഷെയർ ചെയ്യാം എന്നുള്ള ഒരു ഹോപ്പെങ്കിലും ദയവ് ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാ അച്ഛനമ്മമാരും പെൺകുട്ടികളുള്ള അത് മെയിൻ പെൺകുട്ടികളുള്ളതെന്ന് ഞാൻ പറയുന്നത്, കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികളാണല്ലോ വേറൊരു വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ബാധ്യതകൾ തീർന്നു എന്ന് കരുതാതെ ദയവ് ചെയ്ത് അവർക്ക് ആ ഒരു ഹോപ്പിനായിട്ടുള്ള ഒരു മെൻ്റൽ സപ്പോർട്ടെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്ന് കൊടുക്കുക. ഒന്ന് വിളിച്ച് തിരക്കുക, അവർ ഹാപ്പി ആയിട്ടാണോ ഇരിക്കണേ, നീ ഇന്നത്തെ ദിവസം നിനക്ക് എങ്ങനെയുണ്ട് എന്തെങ്കിലും ഒന്ന് തിരക്കാൻ നോക്കുക കേട്ടോ. ഇതിപ്പം ഇന്ന് തന്നെ ഈ ഒരു കാര്യം പറയാനായിട്ടുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഷൈനി എന്ന് പറയുന്ന ആളുടെ ആ ചേച്ചീൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഒരു ഇൻ്റർവ്യൂ പോലെ ഒരു സംഭവം ഇപ്പോൾ അതേ പുറത്ത് വന്നിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഷോക്കാണ് ആയത്. കാരണം എങ്ങനെയാണ് ഒരു അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഇത്ര കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്നത്? കാരണം ഒരു മകളുടെ 2 പേരക്കുട്ടികളും അല്ലേ ഈ അച്ഛൻ്റെ അമ്മയുടെയും, അവർ ഈ ഒരു രീതിയിൽ പോയി ആത്മഹത്യ ചെയ്ത് ഇത്രയും എന്താ പറയുക, ഇത്രയും ഒരു സംഭവമായിട്ട് പോലും എങ്ങനെയാണ് ഇവർക്ക് ഈ നോർമലായിട്ട് സംസാരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാത്രമല്ല അതിൽ ഞാൻ കണ്ട വീഡിയോസിൽ പോലും ഈ അച്ഛനും അമ്മയും നോക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെയും ഭാഗം നാട്ടുകാരുടെ മുന്നിലും ആൾക്കാരുടെ മുന്നിലും ക്ലിയർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആ മോൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ മോളുടെ കുട്ടികൾ പോയതിൻ്റെ ഒരു വിഷമത്തിലോ ഒരു തരി പോലും അവരത് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം മിക്ക ഫാമിലീസിനും ഉള്ളൊരു കാര്യമാണ് ഒരു അച്ഛനമ്മ എന്നുള്ള രീതിയിൽ അവർ എല്ലാവരുടെ മുമ്പിലും പെർഫെക്റ്റ് ആയിട്ട് കാണിക്കുക, അവർ ഭാഗം ക്ലിയർ ചെയ്യുക എന്നുള്ളത് കുറേ ഫാമിലീസിൽ നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് ഞാൻ കണ്ടതും. പിന്നെ എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പറയണത്, നല്ല ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പോലും നല്ല രീതിയിൽ മക്കളെ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കണ അച്ഛനും അമ്മമാരും ഒക്കെ ഇപ്പോൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ളവരും ഉണ്ട്, എന്നാൽ ഇംപെർഫെക്ഷൻസ് ഉള്ളവരും ഉണ്ട്. ഇപ്പോൾ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഈവൻ നമുക്കൊന്ന് പോയി കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി വരുന്നു, അല്ലെങ്കിൽ എന്തോ ബാധ്യതകളായിട്ട് വരുന്നു എന്നുള്ള രീതിയിൽ കാണുന്ന ഫാമിലീസും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് കയറിപ്പോലും ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന പല ദയനീയതയുള്ള പെൺകുട്ടികളും ഉണ്ട് കേട്ടോ ഈ നാട്ടിൽ. അപ്പം ഞാൻ ആരും കണ്ടില്ല ഇങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതായിട്ട് അധികം ഞാൻ ആരെയും കണ്ടില്ല. ഇത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പെൺകുട്ടികളെന്നുള്ളൊരു രീതിയിൽ, കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിവിടെ പറയണമെന്ന് തോന്നി. എനിക്ക് അച്ഛനമ്മമാരോട് ചോദിക്കാനുള്ളൊരു കാര്യം, നിങ്ങൾ ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു വിടുന്നിടം വരെയാണ് അവരുടെ ബാധ്യതകൾ എന്ന് കരുതിയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ അവരെ വളർത്താതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ ജനിപ്പിക്കാതിരിക്കുക. ജനിപ്പിച്ച് കഴിഞ്ഞ ഉടനെ കൊന്നു കളഞ്ഞേക്ക്. എന്തിനാണ് ഇങ്ങനെ മറ്റൊരു വീട്ടിൽ പോയി കിടന്ന് അനുഭവിക്കാനായിട്ട് അവരിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയാണ് ജനിച്ചു കഴിഞ്ഞിട്ടല്ലേ അറിയണേ, അറിയുമ്പോൾ തന്നെ അങ്ങ് കൊന്നേക്കൂ. ഇത്രയും പ്രശ്നമില്ലല്ലോ അല്ലെ. കാരണം വളർത്തിക്കഴിഞ്ഞ് ഇത്രയുമായി അവർക്ക് ഇത്രയും ഹോപ്പ് കൊടുത്ത് നല്ലൊരു ഫാമിലിയിലേക്ക് നല്ലൊരു ലൈഫ് കിട്ടുമെന്ന്
എന്നും പറഞ്ഞയപ്പിച്ചിട്ട് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ മരിക്കേണ്ടി വരുന്നതിലും ഭേദം അതാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക്, അതായത് ഈ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഈ ചേച്ചിൻ്റെ ഒരു ഹസ്ബൻഡ്, ആൾക്കൊക്കെ മാക്സിമം ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടികളോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആളുടെ 2 കുട്ടികളുണ്ടല്ലോ, അവരോട് എങ്ങനെയാണ് ചെയ്യാൻ തോന്നുന്നത് ഇങ്ങനെയൊക്കെ ഇത്രയും ക്രൂരമായിട്ടൊക്കെ. പിന്നെ ആ കുട്ടികൾ മരിച്ചത് തന്നെ നന്നായിട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്തിനാണ് അവർ ഇനി വളർത്തിക്കൊണ്ട് വരുന്നത് ഇതേ രീതിയിൽ കൊലയ്ക്ക് കൊടുക്കാനായിട്ടാണെങ്കിലും. കാരണം പിന്നെ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു ലൈഫ് കല്യാണം കഴിഞ്ഞിട്ട് കിട്ടുക, നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടുക എന്നുള്ളതൊരു ലക്കാണ്. അതിലൊരു 50% ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഫാമിലീസിൽ നിന്ന് വന്നാൽ പോലും അതൊരു ലക്കിൽ കിട്ടും. ബാക്കി 50% ആൾക്കാർക്ക് അത് കിട്ടില്ല. ആ ഒരു സമയത്താണ് ഈ ഷൈനി ചേച്ചി പോലുള്ള ആൾക്കാർ ഉണ്ടാവുക, അല്ലേ? ഒരു ലക്കിന് കിട്ടിക്കഴിഞ്ഞാൽ ജീവിക്കാം, പക്ഷെ ഒരു ലക്ക് ഫാക്ടറായിട്ട് മുന്നോട്ടിട്ടിട്ട് ഒരു ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആ കുട്ടികളുടെ ദയനീയാവസ്ഥ കാരണമായിരിക്കാം ആ ചേച്ചി അങ്ങനെ ചെയ്തത്. കാരണം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ അച്ഛനമ്മമാരാണെങ്കിലും ഞങ്ങളെ പോലുള്ള പെൺകുട്ടികളെ നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ കാരണമാണ് ഞങ്ങൾ ജീവിതത്തിലേക്ക് വന്നത്. അപ്പോൾ ഞങ്ങളുടെ മരണം വേറെ ഒരു ഫിനാൻഷ്യലി വേണ്ട, ഒരു മെൻറ്റൽ മോറൽ സപ്പോർട്ടായിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് എൻ്റെ അച്ഛനമ്മ കൂടെ കാണും, എൻ്റെ അച്ഛനമ്മയോട് എനിക്കത് പറയാൻ പറ്റും, അല്ലെങ്കിൽ അവരാണ് എൻ്റെ വെൽ വിഷേഴ്സസ് എന്ന് കരുതിയിട്ട് പറയാനായിട്ടുള്ളൊരു രീതിയിലെങ്കിലും നിങ്ങളൊന്ന് പെരുമാറുക കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പം ഇത് എത്ര പേർക്ക് യോജിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വീണ്ടും പറയുകയാണ്, നെഗറ്റീവാണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും നിങ്ങളുടെ കമൻസ് താഴെ എഴുതി അറിയിക്കുക കേട്ടോ.